നമസ്കാരം. നവ്യം കർക്കിടകത്തിലേക്ക് സ്വാഗതം. ഞാൻ നവ്യ അഖിലേഷ്. നമ്മളിൽ പലരും ജീവിക്കുന്നത് സ്വധർമ്മത്തിൽ ആയിരിക്കില്ല, മറിച്ച് പരധർമ്മത്തിൽ ആയിരിക്കും. അതായത് മറ്റൊരാളുടെ വഴിയിൽ. സമൂഹത്തിന്റെ സമ്മർദ്ദം, മാതാപിതാക്കളുടെ ആഗ്രഹം, സുഹൃത്തുക്കളുടെ അനുകരിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി എന്നിവയെല്ലാം നമ്മളെ ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് നയിക്കുന്നു. ഒരു ഡോക്ടറാകാൻ യാതൊരു താല്പര്യവുമില്ലാത്ത കുട്ടി മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. അയാൾ ഒരു പക്ഷേ നല്ലൊരു ഡോക്ടറായി പേരെടുത്തേക്കാം. എന്നാൽ ഓരോ ദിവസവും അയാൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം വളരെ വലുതായിരിക്കും. തൻ്റെ യഥാർത്ഥ അഭിരുചി ഒരു കവിയാകാനായിരുന്നുവെങ്കിൽ ആ കവിതകൾ മനസ്സിലിട്ട് ശ്വാസം മുട്ടുന്ന അയാൾക്ക് ജോലിയിൽ ഒരിക്കലും പൂർണ്ണ സംതൃപ്തി കണ്ടെത്താനാകില്ല. ഇതാണ് ഗീത മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റൊരാളുടെ പാതയിൽ നേടുന്ന വിജയം പോലും നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകില്ല. നമ്മുടെ യഥാർത്ഥ കഴിവുകളും അഭിരുചികളും തിരിച്ചറിയുക എന്നതാണ് സ്വധർമ്മത്തിലേക്കുള്ള ആദ്യപടി. ഇതിന് ആത്മപരിശോധന ആവശ്യമാണ്. ഒരു പ്രതിഫലവും ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തിലാണ് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തിയിരുന്നത്? ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ സ്വധർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു.